ഹലോ നമസ്കാരം എല്ലാവർക്കും. ഡിമ്മായി പോന്ന്. നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എന്തൊക്കെയുണ്ട് സഹോദരങ്ങളെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടായിരുന്നല്ലോ. അപ്പം സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല, സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളതേ, എൻ്റെ കമ്മലുള്ളാവോ? അത് രസമല്ലേ? ഇത് ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു ചേച്ചി മേടിച്ച് തന്ന അമ്മലാണേ. അപ്പോൾ ആ ചേച്ചി മേടിച്ച് തന്ന അമ്മലാണ്. അപ്പം ഞാൻ വലിയ ജിമിക്കൊക്കെ ഇല്ല ഇടുന്ന. അപ്പോൾ ചേച്ചി ഞാൻ വീട്ടിലൊന്നും അങ്ങനെ കമ്മൽ ഉപയോഗിക്കാറേ ഇല്ല. കമ്മൽ മാല ഒന്നും ഞാൻ ഉപയോഗിക്കാറേ ഇല്ല വീട്ടിലൊന്നും. എങ്കിലും പോകുമ്പോഴും പിന്നെ വീഡിയോ ചെയ്യുമ്പോഴും ഒക്കെ എടുക്കാറില്ല. അപ്പം ഞാൻ വന്ന കാര്യം പറയാം. ഞാൻ ഇപ്പോൾ 4 ദിവസം, ഒരാഴ്ചക്ക് മുമ്പ് ഞാൻ 2 വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ആ വീഡിയോയ്ക്ക് താഴെ വന്ന കുറേ കമൻറ്റ്. അപ്പം നിങ്ങൾ ഓർക്കും കമൻറ്റുകൾക്ക് എന്തിനാ മറുപടി പറയുന്നതെന്ന്. കമൻറ്റുകൾക്ക് മറുപടി പറയേണ്ട കാര്യമില്ല. എന്നാലും നമ്മൾക്ക് ബുദ്ധിമുട്ട്, നമുക്ക് മാനസികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കമൻറ്റിന് ഞാനല്ല ആരായാലും മറുപടി പറയും. അപ്പം അതിനൊരു റിപ്ലൈ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കാൻ ഞാൻ പറയുകയാണ്, എന്നെ കാണേണ്ടവരൊക്കെ കണ്ടോണം. 3 മാസത്തെ ആയുസേ എനിക്ക് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. 3 മാസത്തെ ആയുസാണ് എനിക്കതിൽ അതിലെന്ന് പറഞ്ഞാൽ കമൻറ്റ് ചെയ്തേക്കണ ഒരാൾ 3 മാസത്തെ ആയുസ് എനിക്ക് പറഞ്ഞിരിക്കുന്നു. അപ്പം നിങ്ങളെല്ലാവരും എന്നെ കണ്ട് കൊതിതീരെ കണ്ടോണം കേട്ടോ. നാളെ ഇനി അയ്യോ ആ കൊച്ചു മരിച്ചു പോയല്ലോ, അല്ലെങ്കിൽ അയ്യോ എനിക്ക് കാണാൻ പറ്റിയില്ല, അങ്ങനെയൊന്നും പറയരുത്. അപ്പം നേരെ നിങ്ങളെൻ്റെ വീഡിയോസ് എല്ലാം ഫുള്ളായി കാണണം. എന്നെ കണ്ട് മതിയാവുന്നവരെ കണ്ടോണം. പിന്നെ നിങ്ങൾക്ക് കാണണമെന്ന് വെച്ചാലേ ചിലപ്പോൾ കാണാൻ പറ്റിയൊന്നും വരില്ല. അതുകൊണ്ട് എല്ലാവരും കണ്ണ് കുളുക്ക കണ്ടോണം കേട്ടോ. അപ്പം 90 ദിവസമേ ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കത്തുള്ളൂ. അത് കഴിയുമ്പോൾ 90ാമത്തെ ദിവസം എന്നെ ഈ ഭൂമിയിൽ നിന്ന് ഞാൻ മാറ്റപ്പെടുമെന്നാണ് കമൻ്റ് ഇട്ട ആൾ പറയുന്നത്. കമൻ്റ് ഇട്ട ആളിനോട് ഞാൻ ചോദിക്കുകയാണ്, ദൈവത്തിൻ്റെ ജോലി നിങ്ങളാണോ ഇപ്പം ചെയ്യുന്നത്? നിങ്ങൾക്ക് ദൈവം തമ്പുരാൻ ഒരു മനുഷ്യനെ ജനിപ്പിക്കാനും ഒരു മനുഷ്യനെ മരണത്തിലേക്ക് അയക്കുന്നതും, മരണത്തിലേക്കെന്ന് പറഞ്ഞാൽ ദൈവം അങ്ങനെ ഒരുത്തരെ മരണത്തിലേക്ക് അയക്കില്ല. പിന്നെ ജനിച്ചാൽ ഒരിക്കൽ മരണമുണ്ട്. ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഭൂമിയിൽ എല്ലാ മനുഷ്യരും ജീവിക്കുന്നത് അല്ലേ. നമ്മളുള്ള കാലം മൊത്തവും ജീവിക്കാമെന്ന് നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ടല്ലല്ലോ ജീവിക്കുന്നത്. നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ മരണമുണ്ട്. അത് എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. അത് നമ്മൾ എപ്പോഴാണോ എന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഈ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ ചിലപ്പോൾ എനിക്ക് അറ്റാക്കൊന്നും മരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ നമ്മൾ ഉറങ്ങുമ്പോഴായാലും എവിടെയെങ്കിലും യാത്ര പോകുമ്പോഴേ എന്തൊക്കെ മരിക്കാൻ പ്രത്യേകിച്ച് ഒരു കാരണവും വേണ്ട, എങ്ങനെ വേലും മരിക്കാം. പിന്നെ ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നില്ലേ, അസുഖങ്ങൾ വന്ന് മരിക്കുന്നില്ലേ. അപ്പം പുള്ളി ദൈവത്തിൻ്റെ ജോലി പുള്ളി ഏറ്റെടുത്ത് ചെയ്തേക്കുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് 3 മാസം മാത്രമേ ആയുസുള്ളെന്ന് പുള്ളി പറഞ്ഞേക്കുന്നത്. അത് എന്തായിക്കോട്ടെ. പിന്നെ നിങ്ങൾ ഇതാരാണ് കമൻ്റ് ഇട്ടതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം നിങ്ങളൊക്കെ വലിയ വിശ്വാസികളും നിങ്ങളൊക്കെ വലിയ പാസ്റ്റർമാരും ഒക്കെയാണ്, എല്ലാം നമ്മൾ സമ്മതിക്കുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തി, ഒരു സഭാരാധനയ്ക്ക് പോകുന്ന ഒരു നല്ല വിശ്വാസികളായിട്ടുള്ളവർക്ക് ഇങ്ങനെ ഒരു മനുഷ്യനെ ശപിക്കാൻ പറ്റുമോ? ഒരു മനുഷ്യൻ്റെ ആയുസ്സിനെ ഇതാക്കാൻ പറ്റുമോ? നല്ല മനുഷ്യർക്ക് എന്തായാലും നല്ല ഹൃദയമുള്ളവർക്കൊന്നും ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്കേ പറയാൻ പറ്റൂ. ഞാൻ അവിടെ ഒരു മനുഷ്യനെ ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ സഭയിൽ നിന്ന് പിന്മാറിപ്പോയി. ഞാൻ സഭയിൽ പോകാൻ എനിക്ക് എൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവിടെ വന്നതുകൊണ്ട് ഞാൻ പിന്മാറി. ഞാൻ സഭയിൽ പോകുന്നില്ല എന്ന് വെച്ചിട്ട് ദൈവത്തെ തള്ളി പറഞ്ഞിട്ടില്ല. ദൈവം ഇന്നും എൻ്റെ ഹൃദയത്തിലുണ്ട്. ഇന്നും ഞാൻ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളാണ്. ഞാൻ യേശുവിനെ വിളിച്ച് എന്നെ പ്രാർത്ഥിക്കുന്നത്. പിന്നെ എൻ്റെ ഇഷ്ടമാണ് ഞാൻ എവിടെ പോകണം എവിടെ പോകണ്ട, പിന്നെ എങ്ങനെ പോകണം എങ്ങനെ പോകണ്ട എന്നൊക്കെ.
ഒരു ദൈവം ഒരാളിനെ ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ആളിൻ്റെ തലയിൽ ദൈവം തമ്പുരാൻ ഓരോന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെയൊക്കെ നടക്കത്തുള്ളൂ. പിന്നെ എനിക്ക് വചനം അറിയത്തില്ല, പോയിരുന്ന വചനം പഠിക്കുക എനിക്കറിയത്തില്ല, സത്യം തന്നെ. ഞാൻ പിന്നെ വചനമൊന്നും അങ്ങനെ ഗ്രഹിച്ചൊന്നും പഠിച്ചിട്ടില്ല, എനിക്കറിയത്തുമില്ല. പിന്നെ ഞാൻ ബൈബിളൊക്കെ വായിക്കുന്ന ആളായിരുന്നു. ഇപ്പം ഞാനൊന്നും ചെയ്യുന്നില്ല. ഇപ്പം എനിക്ക് എൻ്റെ ജോലിയുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ഒരു വീടാണ് എനിക്ക്. അവിടെ എൻ്റെ ഒരു പരിധി കഴിഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ വീഡിയോസൊക്കെ തന്നെ ഞാൻ കഥ വടച്ചിട്ടിരുന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, കഥ വടച്ച് ഞാൻ കുറ്റിയിട്ടിട്ടാണ് ഞാൻ ഇവിടെ ഇരുന്ന് വീഡിയോ ചെയ്യുന്നത് അല്ലേ. അങ്ങനെ ഇരുന്നിട്ടാണ് ഞാൻ ഇവിടെ ഇരുന്ന് വീഡിയോ ചെയ്യുന്നത്. അമ്മ ഇവിടെ കിടപ്പുണ്ട്. അല്ലാതെ ഞാൻ പബ്ലിക്കായിട്ട് ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാറില്ല. പിന്നെ ഈ കമൻ്റ് ഇട്ട ആളിനോട് എനിക്ക് പറയാനുള്ളത്, ദൈവം ഒരാളെ ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ആളിന് മരണവും ഉണ്ടാവും. അത് ഒരാൾ പറഞ്ഞിട്ടാണ്. ഇപ്പം ഒരാൾ പറഞ്ഞിട്ട് ഒരാൾ മരിക്കത്തില്ല. അങ്ങനാണെങ്കിൽ കൊള്ളാല, ആരെല്ലാം എന്തൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് മരിക്കണ്ടേ. പിന്നെ ദൈവം ദൈവത്തിന് ഞാൻ ചിലപ്പോൾ 3 മാസം ജീവിക്കത്തുള്ളെന്ന് ദൈവം തമ്പുരാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ മരിച്ചിരിക്കും. പിന്നെ കമൻ്റ് ഇട്ട ആൾ വന്ന് കമൻറ്റിലൂടെ പറഞ്ഞ് എനിക്ക് 3 മാസമേ ആയുസുള്ളെന്ന് പറഞ്ഞാൽ അത് നടക്കത്തില്ല കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ എന്നെ തല്ലിക്കൊല്ലണം. ഓരോരുത്തർ എന്തൊക്കെയാണ് കമൻറ്റിൽ വന്ന് പറഞ്ഞേക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് മാസങ്ങൾ 7-8 ഇതുവരെ എനിക്ക് ഒരു വീഡിയോസിലും ഇത്രയേറെ കമൻറ്റ് വന്നില്ല. 10, 100, 150 കമൻറ്റ് വന്നിട്ടുണ്ട് ആ ഒരു വീഡിയോസിന്. ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് നിങ്ങളെന്നെ ഇങ്ങനെ ഇത്രയും കമൻ്റ് ഇട്ട് നിങ്ങൾ എന്നെ മോശപ്പെടുത്തുന്നത്? ഞാൻ ദൈവത്തെ കുറ്റം പറഞ്ഞിട്ടില്ല. ഞാൻ ദൈവത്തെയോ അല്ലെങ്കിൽ ദൈവദാസന്മാരെയോ ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല. ഞാൻ ചേർന്ന് നിന്നൊരു സഭയിൽ എനിക്ക് ചെറുതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഞാൻ മാറിപ്പോയത് എൻ്റെ ഇഷ്ടമല്ലേ മാറിപ്പോകുന്നത്. അവിടെ ഞാൻ ദൈവത്തെ താഴ്ത്തി പറഞ്ഞിട്ടില്ല, ദൈവത്തെ നിന്ദിച്ചിട്ടില്ല, ദൈവത്തെ ഒന്നും പറഞ്ഞിട്ടല്ല ഞാൻ പോയത്. ഞാൻ പറഞ്ഞില്ലേ, കർത്താവായ യേശുവിനെ തന്നെയാണ് ഞാൻ ആരാധിക്കുന്നത്, ഞാൻ വിളിക്കുന്നത് എന്ന് വെച്ചിട്ട് പിന്നെ ഞാൻ വേറെങ്ങോട്ടും പൊക്കൂടാ, വേറെങ്ങോട്ടും വന്നുകൂടാ, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ആർക്കും തടഞ്ഞു വെക്കാൻ പറ്റത്തില്ല. എന്നേക്കാൾ എൻ്റെ ദൈവം എന്നെ അറിയുന്നു. ഞാൻ അറിയുന്നേക്കാൾ മുന്നേ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നു. നമ്മുടെ ഹൃദയത്തിൽ എത്രമാത്രം വിഷമങ്ങൾ, പ്രയാസങ്ങൾ ഒക്കെ ഉണ്ട്. നമ്മൾ ഏതൊക്കെ പ്രതിസന്ധികളിലൂടെയാണ് നമ്മൾ ഓരോ വ്യക്തികളും കടന്നു പോകുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരുപാട് എനിക്ക്, ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു വീടില്ലാത്തതിൻ്റെ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നമുക്ക് എവിടെ ചെന്നാലാണ് ഒരു ആശ്രയം, എവിടെ നിന്നാണ് നമുക്കൊരു കുറച്ച് സമാധാന സന്തോഷമൊക്കെ കിട്ടുന്ന ആ അടുത്തോട്ട് ആൾക്കാർ പോകും. അതുകൊണ്ടാണല്ലോ എല്ലാ സഭകളിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആൾക്കാർ മാറിയും തിരിഞ്ഞും പൊക്കോണ്ടിരിക്കുന്നത് അല്ലേ. അല്ലെങ്കിൽ പിന്നെ ഒരു സഭയിലോ ഒരു പള്ളിയിലോ എല്ലാ ആൾക്കാർക്കും നിന്നാൽ പോരായോ. അപ്പം ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഞാൻ അതിനെക്കുറിച്ച് പറയാനൊന്നും ആളുമല്ല, എനിക്ക് അതിനുള്ള ബുദ്ധിബോധം ഒന്നുമില്ല. അപ്പം ഒരുപാട് പേര് എന്നെ കമൻറ്റിലൂടെ ഇട്ട്. അപ്പം എന്നെ കണ്ടാൽ അറിയാമല്ലോ, ഇപ്പം നമ്മൾ വലിയ ആളൊന്നുമല്ല. അപ്പം ഈ ചാഞ്ഞ മരത്തിനോട് എല്ലാവർക്കും ചാടി കയറാമെന്നുള്ളതല്ലേ ഉള്ളൂ. അങ്ങനെ വന്ന് കമൻ്റ് ഇട്ടതാണ്. പക്ഷേ എന്നെ ഈ 3 മാസം നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട് എന്നെ വിധിക്കാൻ? ഞാൻ 3 മാസമേ ജീവിച്ചിരിക്കത്തുള്ളെന്ന് പറയാൻ നിങ്ങളാരാ? ദൈവം തമ്പുരാൻ നിങ്ങളോട് നേരിട്ട് വന്ന് പറഞ്ഞു, ഇന്ന വ്യക്തി 3 മാസമേ ജീവിച്ചിരിക്കത്തുള്ളെന്ന് പോയി കമൻ്റ് ഇടാൻ പറഞ്ഞു? ദൈവം പറഞ്ഞു? അത് ദൈവത്തിനുള്ള അവകാശമാണ്. ഒരാളെ മരണത്തിൽ നിന്ന് എപ്പം മരിക്കണമെന്നൊക്കെയുള്ള ദൈവം തമ്പുരാനാണ് നിശ്ചയിക്കുന്നത്, നിങ്ങളല്ല കേട്ടോ. നിങ്ങളുടെയൊക്കെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഓരോരുത്തർ കാട്ടുമ്പോഴത്തേന് നിങ്ങൾ വന്നിട്ട് അവരെ നിങ്ങൾ മോശക്കാരാക്കുകയാണ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ നല്ലവരും ആവും. തെറ്റുകൾ നിങ്ങളൊക്കെ ചെയ്യണമല്ലേ ഓരോരുത്തരെടുത്ത് വെച്ച് വീഡിയോസ് ചെയ്യുന്നത്. നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യണത് നിങ്ങളൊക്കെ തന്നെ സ്വയം ഇരുന്ന് ചിന്തിച്ച് നോക്ക്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ജനങ്ങളെല്ലാം നിങ്ങളെയൊക്കെ ഓരോന്ന് പറയണേന്ന്. നിങ്ങൾ സ്വയം ഇരുന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് എന്നോട് പറയണ്ട, ഞാൻ ഒരു സഭകളെയോ അല്ലെങ്കിൽ ഒരു പെന്തക്കോസ്ത് വിശ്വാസികളെയോ ഒരു പാസ്റ്റർമാരെയോ യാതൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ ഞാൻ നിന്ന സഭയിൽ നിന്ന് ഒരു പ്രതികൂല സാഹചര്യം വന്നപ്പം നമ്മളെ കൂടെ നിൽക്കാതെ നമ്മളെ ഒറ്റപ്പെടുത്തി കളഞ്ഞിട്ട് പോയ ഒരു പാസ്റ്ററാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ
നമ്മൾ മാറി സഭയിൽ നിന്ന് മാറിപ്പോയതെന്നും പറഞ്ഞ് കർത്താവിനെ മറന്നിട്ടോ ഒന്നുമല്ല പോയിട്ടുള്ളത്. ദൈവം തമ്പുരാനെ ഇന്നും ഞങ്ങൾ വിശ്വസിക്കണം, ഇന്നും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് മതി. ദൈവത്തിനറിയാം. നിങ്ങളെയൊന്നും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല, ഞങ്ങൾക്കില്ല കേട്ടോ. അതുകൊണ്ട് ഇത് പറയാനാണ് ഞാൻ വന്നത്. അപ്പം എല്ലാവരും കണ്ടോണം. എന്നെ 3 മാസമേ എനിക്ക് ആയുസുള്ളൂ, 90 ദിവസമേ എനിക്ക് ആയുസുള്ളൂ. അതിന് മുന്നേ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു 1K അടിച്ച് കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഞാൻ ആ 1K വരെ എത്താറായി. ആ 1K വരെ കൊണ്ടെത്തിക്കണമെങ്കിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്. 8 മാസം വരെ ആയിട്ടുണ്ട് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട്. എല്ലാവരും ഒരാഴ്ച കൊണ്ടൊക്കെ 1K ഒക്കെ അടിക്കും. നമ്മൾ അങ്ങനെയൊന്നും ഉള്ളവരൊന്നും അല്ലല്ലോ. നമ്മൾ പാവം പിടിച്ച, നമുക്ക് കൊതിയും നുണയും പറഞ്ഞു അഭിനയിച്ചിരുന്ന് കണ്ണുനീരൊഴുക്കിയും കപട നാട്യങ്ങൾ കാണിച്ചു ഒന്നും വീഡിയോസ് ഒന്നും ഇടാനൊന്നും എനിക്കറിയത്തില്ല. കരഞ്ഞു മെഴുകിയൊന്നും വന്നിരുന്ന് വീഡിയോസ് ഒന്നും ഇടാൻ എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെതായിട്ടുള്ള സത്യസന്ധമായിട്ട് പച്ചയായ ജീവിതം ജീവിച്ചിട്ടാണ് ഞാൻ വന്ന് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നത്. എൻ്റെതായിട്ടുള്ള കുക്കിങ്ങോ, നമ്മളൊന്നും കുക്കിംഗ് ഇട്ട ഒരു മനുഷ്യൻ പോലും വഴി തിരിയത്തില്ല. പിന്നെ എനിക്കൊരു കാര്യമുണ്ട് കേട്ടോ, ആര് വഴി തിരിഞ്ഞാലും കുക്കിംഗ് ഇടാനുള്ള ഒരു ഇത് ഇപ്പം എനിക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. എന്നാലും എങ്ങാനും ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ ഞാൻ കുക്കിംഗ് വീഡിയോ ഇടും. അങ്ങനെ ഉള്ള ഒരാളാണ് ഞാൻ. ഞാൻ ആ ജോലി അല്ലല്ലോ ചെയ്യണം, ഞാൻ കുക്കിംഗ് അല്ല ചെയ്യണം, ഞാൻ രോഗി പരിചരണമാണ് ഞാൻ ചെയ്യണത്. അതെടുത്ത് വെച്ച് എനിക്ക് വീഡിയോ ഇടാൻ പറ്റൂലല്ലോ. അപ്പം കുക്കിംഗ് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ആഹാരം പാചകം ചെയ്യാൻ, അത് കഴിപ്പിക്കാനും കഴിക്കണവരെ അതിൽ നമുക്കൊരു വാക്കായാലും നന്നായിരിക്കണമെന്ന് പറയണ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കഴിച്ചില്ലെങ്കിലും എനിക്ക് മറ്റുള്ളവരെ കഴിപ്പിക്കണ ഏറ്റവും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഉണ്ടാക്കി കൊടുക്കണ ഭക്ഷണം കഴിക്കണത് മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുത്ത് അവർ കഴിക്കുന്നതൊക്കെ കാണുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമൊക്കെയാണ് എനിക്ക്. അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ എൻ്റെ പച്ചയായ ജീവിതമാണ് നിങ്ങളോട് പറയുന്നത്. അല്ല ഞാൻ കരഞ്ഞ് മെഴുകി പറ്റിച്ച് ആരെയും യൂട്യൂബിനകത്തൂടെ വന്ന് ആരെയും പറ്റിക്കാനും തട്ടിക്കാനും എൻ്റെ കഥകൾ പറഞ്ഞ് ആരെയും സിമ്പതി പിടിച്ച് പറ്റാനും ഒന്നുമല്ല ഞാൻ വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ കടന്നു പോണ വഴികൾ ഒക്കെയാണ് നിങ്ങളോട് ഞാൻ വന്ന് പറയുന്നത്. ഒരുപാട് കഷ്ടതയിലും പ്രയാസത്തിലൂടെ കഴിഞ്ഞു പോണ ഒരു പെണ്ണാണ് ഞാൻ. നിങ്ങൾക്കൊക്കെ ഈ പച്ചയായ ജീവിതങ്ങളൊന്നും ഉൾക്കൊള്ളാനൊന്നും നിങ്ങൾക്കൊന്നും അറിയത്തില്ല. നിങ്ങൾക്കൊക്കെ നാട്യങ്ങളും അഭിനയങ്ങളും നാടകങ്ങളും പൂങ്കണ്ണീരും കള്ളക്കണ്ണീരൊക്കെ ഒഴുക്കി വന്നിരിക്കണവരെടുത്ത് നിങ്ങളിങ്ങനെ വിഴുങ്ങസിയാന്ന് പറഞ്ഞ് നോക്കിയിരിക്കും. അത്രയാണ്. അതുകൊണ്ട് എൻ്റെ അടുത്ത് കമൻ്റ് ഇടാൻ ആരും വരണ്ട ഇതിൻ്റെ പേരിൽ. ഞാൻ 3 മാസം ആയുസുണ്ടെന്ന് കമൻ്റ് ഇട്ട ആരാണെന്നൊക്കെ എനിക്കറിയാം. ആരാണ് എനിക്ക് ഈ കമൻ്റ് ഇട്ടതെന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ജനങ്ങളും കൂടെ ഒന്ന് അറിയട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത് വന്ന് പറയുന്നത്. എല്ലാവരും എൻ്റെ കമൻ്റൊന്നും നോക്കി എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റൊന്നും നോക്കുന്നില്ലല്ലോ. നോക്കാത്തവർ, വീഡിയോസ് കാണുന്നവർ ചിലപ്പോൾ നോക്കിയാലായി, അല്ലാത്തവരുണ്ടല്ലോ. അപ്പം അവരും കൂടെ അറിയട്ടെ എനിക്ക് വന്ന കമൻറ്റ്. ഈ ഞാനാണെങ്കിലും എന്താ പറയുക, നമുക്കൊന്നും ഒരു വിലയില്ലാത്ത മനുഷ്യരാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഒരു വിലയില്ല. മനുഷ്യ ജീവിതമാണ്. ഏത് മനുഷ്യർക്കും ഒരു വിലയുണ്ട്. ഏത് മനുഷ്യരും ഞാൻ ആരെയും ഒന്നിനും താഴ്ത്തി കെട്ടാനോ ഒന്നിനും ആരുടെ ഒന്നും പറഞ്ഞിട്ടല്ല ഞാൻ അങ്ങോട്ട് ഞാൻ ആ വീഡിയോ ഇട്ടത്. എനിക്ക് വന്ന ഒരു അനുഭവത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പം എത്രയ്ക്ക് നിങ്ങളൊക്കെ അങ്ങ് കിടന്ന് തിളയ്ക്കാനെ കൊണ്ട് എന്തോ ഉണ്ട് അതിനകത്ത്. എന്തോ കണ്ടിട്ടാണ് നിങ്ങൾ ഈ തിളച്ചത്. അതിനകത്ത് എന്താണ് ഞാൻ പറഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളിപ്പോൾ ഈ തിളച്ച് എനിക്കും 90 ദിവസത്തെ ആയുസ്സും പറഞ്ഞുകൊണ്ട് വന്നേക്കണത്? എന്തോ പറഞ്ഞാലും ദൈവം തമ്പുരാനെന്ന് പറഞ്ഞൊരാളുണ്ട്. ആ ആൾ വിചാരിച്ചെങ്കിലേ ഇതിനെ ഉള്ളിലെ ശ്വാസം നിലയ്ക്കത്തുള്ളൂ. അല്ലാതെ ആര് വിചാരിച്ചാലും നിലയ്ക്കത്തില്ല. പിന്നെ അല്ലെങ്കിൽ നിങ്ങളൊക്കെ ബലമായിട്ട് വന്ന് കൊല്ലണം. കൊല്ലാനെ കൊണ്ടൊക്കെ എന്ത് തെറ്റാണെന്ന് ഞാൻ നിങ്ങളോടൊക്കെ ചെയ്തേ. പിന്നെ യൂട്യൂബിൽ വീഡിയോസ് ഇടും. അത് എനിക്ക് ഇന്ന കണ്ടന്റ് ഒന്നും ഇല്ല. എനിക്ക് എൻ്റെ മുന്നിൽ എന്ത് കണ്ടാലും ഞാനത് വീഡിയോ ഇടേണ്ടതാണെങ്കിൽ ഇടും. ഞാൻ പ്രത്യേക ഒരു കണ്ടന്റേ ഇടൂ, കുക്കിങ്ങേ ഇടുള്ളൂ, അല്ലെങ്കിൽ ഇതേ ഇടുള്ളൂ അതേ ഇടുള്ളൂ എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് എൻ്റെ ഫാമിലി, എൻ്റെ വീട്ടുകാര്യങ്ങൾ ചെയ്യാൻ ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലല്ല താമസിക്കുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട്
കമൻ്റ് ഇട്ടവർ നല്ലതായിട്ടിരിക്കട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് തന്ന സമ്മാനം നല്ലത് തന്നെ, മനസ്സിനും ഒക്കെ നല്ല ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, എല്ലാവരും സമാധാനമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇട്ടുള്ള എല്ലാ ആൾക്കാരും പറഞ്ഞ വാക്കിന് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ബുദ്ധിയും ബോധവും വിവരവും വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത ആളാണ്. അപ്പം സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ വരും, അതൊക്കെ ക്ഷമിക്കണം. പിന്നെ എല്ലാവരും എൻ്റെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള എല്ലാ ആൾക്കാരോടും എനിക്ക് നന്ദിയുണ്ട്. എന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം എല്ലാവരോടും ഹൃദയത്തിൽ നിന്നുള്ള നന്ദി എന്നെ അറിയിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് 1K അടിക്കാറൊക്കെ ആയിട്ടുണ്ട്. അതെല്ലാം നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും എൻ്റെ വീഡിയോസ് കണ്ടെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.